ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ എൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ട് അവള് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ എത്ര കോൾ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ കോൾ എടുക്കാനോ എന്നോട് സംസാരിക്കാനോ ഒന്നും അവള് താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് മാറുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? പലരും ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് സ്ത്രീകളെയാണ്. അവരുടെ സ്വഭാവം മാറുകയാണ്, തുടക്കത്തിലുള്ള പോലെ സ്നേഹമില്ല, ഈ രീതിയിലൊക്കെയാണ്. പക്ഷെ ഇതിന് പിന്നിലും ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. മേ ബി നമ്മുടെ തന്നെ സ്വഭാവത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം അവർക്ക് നമ്മൾ അവരെ എത്ര സ്നേഹിച്ചു കഴിഞ്ഞാലും അതൊരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഓവർ അറ്റൻഷൻ. അമിതമായാൽ അമൃതും വിഷം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എന്തൊരു കാര്യവും നമ്മളൊരു ലിമിറ്റിൽ കവിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് പിന്നീട് ഒരു ശ്വാസം മുട്ടലായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് ആ ഒരു കാര്യം ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് അറ്റൻഷൻ കൊടുക്കണം. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓവർ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അപ്പൊ ഈ ഹസ്ബൻഡ് എപ്പോഴും വൈഫിന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഹസ്ബൻഡിന് വൈഫിന് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ്. പക്ഷെ എങ്കിൽ പോലും ഈ വൈഫിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാനോ അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വൈഫിന് ഇഷ്ടമുള്ള ഒരു സിനിമ കാണാനോ അങ്ങനെ ഒരു കാര്യത്തിനും ഇവർക്ക് സ്പേസ് കിട്ടുന്നില്ല. എപ്പോഴും ഹസ്ബൻഡിനോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഹസ്ബൻഡ് വാശി പിടിക്കുന്നു. ഇതിന് പുറമേന്ന് നോക്കുമ്പോൾ അവൻക്ക് അവളോട് എന്തൊരു സ്നേഹമാണ്, എന്തൊരു കെയറിങ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അത് അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അയാൾക്ക് ഈ ഒരു ഹസ്ബൻഡിനോടുള്ള സ്നേഹം കൂടുന്നതിനേക്കാൾ പുറമെ അവർക്ക് ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു കൂട്ടിലിട്ട പോലെ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നോർമലി നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം ഇമോഷണൽ ഡിപ്പെൻഡൻസി ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരാളായിട്ട് ഇമോഷണലി ഡിപ്പെൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ട്, അതിപ്പോ ഒരു ആൽക്കഹോൾ ആവാം, അല്ലെങ്കിൽ ചായ അഡിക്ഷൻ ഉള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഫുട്ബോൾ അഡിക്ഷൻ ഉള്ള ആളുകളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള അഡിക്ഷൻ ഉള്ള ആളുകളും ഉണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു അഡിക്ഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ അത് ഇല്ലാണ്ട് പറ്റില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് നമ്മളെയും നെഗറ്റീവായിട്ടാണ് അഫക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിനെയും വളരെയധികം നെഗറ്റീവായിട്ടാണ് അഫക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്നല്ല ഒരു കാര്യത്തിലും നമ്മൾ ഡിപ്പെൻഡന്റ് ആവാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഒരു റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഇമോഷണലി ഒരുപാട് ഡിപ്പെൻഡ് ആവുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ടാവും നമ്മുടെ പാർട്ട്ണറിനെ വിളിക്കാന്, അതുപോലെ പാർട്ട്ണറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. അപ്പൊ ആ സമയത്ത് ഇയാൾ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരികയാണെന്ന് വിചാരിക്കാം. മേ ബി അവർക്ക് എന്തെങ്കിലും തിരക്കാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിപ്പം കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും നമുക്കത് ടോളറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളില്ലാത്ത ആ ഒരു ടൈം നമുക്ക് ഓവർകം ചെയ്യാനോ സാധിക്കാത്ത രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോടുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കൊണ്ടാണ്. നമുക്ക് അവര് ഒരു ടൈം, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എല്ലാ ദിവസവും ഒരു 7 മണി ടു 7:30 ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നിങ്ങളെ വിളിക്കും. നിങ്ങളൊരു 9 മണി വരെ അല്ലെങ്കിൽ ഒരു 8:30 വരെയൊക്കെ സംസാരിക്കുന്നു വിചാരിക്കാം. ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ആൾക്ക് അവിടുത്തെ തിരക്കുകൊണ്ടോ കാര്യങ്ങളോണ്ടോ ഒക്കെ നിങ്ങളെ വിളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഇമോഷണലി വളരെയധികം ഡൗൺ ആവുകയും നിങ്ങൾക്ക് വേറെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുക വരെ ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമായിട്ടും ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി വരാതെ മാക്സിമം നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഒരാളുമായിട്ട് ഇമോഷണലി വളരെയധികം ഡിപ്പെൻഡഡ് ആയി പോകുന്നു, അയാളില്ലാണ്ട് ഒട്ടും നമുക്ക് പറ്റില്ല, അയാളില്ലാണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക്
ഡിപ്പെൻഡൻസിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പഴയതുപോലെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇത് നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയാസിലാണെങ്കിലും അതുപോലെ റീൽസ്, ഷോർട്സ് കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കോമഡി രൂപേണ അവതരിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മളെ റിലേഷൻഷിപ്പിൽ കൺട്രോൾ ചെയ്യുക. ഒന്നെങ്കിൽ വൈഫ് ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ കൺട്രോൾ ചെയ്യുക. റിലേഷൻഷിപ്പിലാണെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രവണത. അപ്പോൾ ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും: എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, നീ അവിടെ പോണ്ട, നീ ഇവിടെ പോണ്ട, നീ ആ ഡ്രസ്സ് ഇടണ്ട, ഈ ഡ്രസ്സ് ഇടണ്ട, നീ അവരുടെ കൂടെ നടക്കണ്ട, ഇവരുടെ കൂടെ കൂട്ടുകൂടണ്ട. ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിപ്പം ഒരു സ്ത്രീ പുരുഷനോട് ചെയ്യുകയാണെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയോട് ചെയ്യുകയാണെങ്കിലും അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കൺട്രോളിങ് എന്ന് തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹത്തിന്റെ പുറത്തുണ്ടാവുന്നതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതൊരു സ്നേഹത്തിന്റെ പുറത്തുണ്ടാവുന്നതാണെങ്കിൽ പോലും അത് നമ്മൾ വേറൊരാളോട് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നുള്ള ഒരു ബോധം നമ്മൾ ആദ്യം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം നമ്മളത് റിയലൈസ് ചെയ്യുക, അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടെന്നും നമ്മളത് വിലക്കിയിട്ടല്ല അവരെ സ്നേഹിക്കേണ്ടത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ ഒരുപാട് കൺട്രോൾ ചെയ്യാണ്. ശരിയാണ്, നമുക്ക് അവരില്ലാതെ പറ്റില്ല, നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് അതൊരു ഇറിറ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം കുറയാനുള്ള ഒരു കാരണമായിട്ടാണ് ഇത് മാറുന്നത്. ഇനി നാലാമത്തെ കാര്യം, ഇത് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിലുള്ള കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹസ്ബൻഡിനെ എടുക്കാം. ഇപ്പൊ ഹസ്ബൻഡ് ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആൾക്ക് അയാളുടെ ലുക്കിലോ അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പോ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഒരു സംശയമായിട്ട് മാറി തുടങ്ങുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോ അയാൾക്ക് തോന്നാണ് എന്നെ കാണാൻ അത്ര കൊള്ളില്ല, അല്ലെങ്കിൽ എൻ്റെ വൈഫ് നല്ല സുന്ദരിയാണ്, ഞാൻ അത്ര അടിപൊളി അല്ല എന്നൊരു തോട്ട് ആളുടെ ഉള്ളിലുണ്ട്. ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഈ വൈഫ് വേറെ ഏത് ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാലും ഇപ്പൊ നോർമലായിട്ട് ഒരു സ്ട്രേഞ്ചറിനോട് ജസ്റ്റ് നമ്മൾ കാഷ്വൽ ആയിട്ട് സംസാരിക്കില്ലേ, അങ്ങനെ സംസാരിച്ചാൽ പോലും അതിനെ വലിയൊരു തെറ്റായി കാണുകയും നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ അങ്ങനെ സംസാരിക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ഈ രീതിയിലുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള ആ ഒരു ഇംപ്രഷൻ കുറഞ്ഞു വരാനും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം കുറയാനും പിന്നെ അതുപോലെ തന്നെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുകയാണ്, പക്ഷെ അത് അവർക്കൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യാനും പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യം, ചില ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാതെ നമുക്ക് എങ്ങനെയാണ് അവരെ സ്നേഹിക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ അവരെ സ്നേഹിക്കാം. ഇതിന് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. ഇപ്പോ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ആവശ്യം അവളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ അവൾക്ക് ഡാൻസ് ഇഷ്ടമാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ഒരു ഡാൻസ് കളിക്കാൻ അതേപോലെ ഈ ഡാൻസിന്റെ ആ ഒരു കരിയറിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവൾ ആഗ്രഹിക്കുന്നത് അവളെ അതിൽ സപ്പോർട്ട് ചെയ്യണം, അതിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, അതിന് കൂടെ നിൽക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഈ ഹസ്ബൻഡിന് ഈ ഒരു പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇയാൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയോട് പറയണം നീ ഡാൻസ് കളിക്കാനൊന്നും പോകണ്ട, അപ്പോൾ നീ ഡാൻസ് കളിക്കുന്ന സമയത്ത് നിന്നെ ബാക്കിയുള്ള ആളുകൾ മോശമായിട്ട് കാണും, അല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് നീ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും അപകടം പറ്റും, അതുകൊണ്ട് നീ പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിൽ നിന്നും വിലക്കാണ്. എന്നിട്ട് ഈ ഹസ്ബൻഡ് ഈ വൈഫിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള രൂപേണ ഇതുപോലെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഗിഫ്റ്റ്സ് വാങ്ങിക്കൊടുക്കുന്നു, അതേപോലെ നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു, ഈ രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവളുടെ ആ ഒരു ആഗ്രഹത്തിന് ഇയാൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട പോലെയാണ് അവരെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ചില പുരുഷന്മാർക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവും, അപ്പൊ അത് വൈഫ് ഇട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള ഡ്രസ്സുകൾ മാത്രം വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വൈഫിന് വാങ്ങിക്കൊടുക്കുക. അല്ലാതെ വൈഫിന്റെ ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ, അവൾക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കാതിരിക്കുന്ന ചില ആളുകളുണ്ട്.
അപ്പൊ അത്തരത്തിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അത്ര ഹാപ്പിനെസ് ഉള്ള ഒരു ലൈഫ് ഒന്നും ആവില്ല. മേ ബി അവള് നിങ്ങളോട് ഡിവോഴ്സ് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും, ഞാൻ അവളെ ഇത്രയും സ്നേഹിച്ചിട്ടും അവൾ എന്തിനാണ് എന്നെ ഈ രീതിയിൽ എന്നോട് പെരുമാറുന്നത്, അവൾ എന്തിനാണ് എന്നെ ഉപേക്ഷിക്കുന്നത്, ഞാൻ അവളെ അത്രയും അടിപൊളിയായിട്ടല്ലേ സ്നേഹിച്ചെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട പോലെയാണ്. അവർക്ക് വേണ്ടത് എന്താണെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പോലെയോ അല്ല നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും. ആ ഒരു കാരണം കൊണ്ടായിരിക്കാം മേ ബി അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് നിങ്ങളുടെ സ്നേഹം ഒരു ശല്യമായി തോന്നുന്നു എന്നത് എല്ലായ്പ്പോഴൊന്നും നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ചില സമയങ്ങളിലൊക്കെ ഇതുപോലെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും അവർക്ക് വേണ്ട രീതിയും തമ്മിൽ മാച്ച് ആവാത്തതിന്റെ പ്രശ്നങ്ങളാവാം. ഇതിനെല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ നീഡ്സ് എന്തൊക്കെയാണെന്നും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നും നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് യൂസ്ഫുൾ ആണെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.